ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ മഞ്ജു ഒരു അമ്മേനെ സഹായിക്കണം അല്ലേ? ആ ഫ്രാൻസിസ് നടത്തിയ കള്ളത്തരമൊക്കെ നുണ പറഞ്ഞിട്ട് അമ്മൻ്റെ കയ്യിൽ നിന്ന് 5000 രൂപയൊക്കെ വാങ്ങി. എന്നിട്ട് ആ പൈസ കൊടുക്കുന്നില്ല. അതിനു വേണ്ടി ആ അമ്മ കഷ്ടപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് യാചിക്കുകയാണ്. എന്നിട്ടും ആ ഫ്രാൻസിസ് ഓരോ ഉടായിപ്പ് പറഞ്ഞിട്ട് ഇതാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മഞ്ജു ഫ്രാൻസിസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ? ഒരു പോലീസായിട്ട് കൂടി ഒരു 5000 രൂപ എന്താ പറിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് കേൾക്കുമ്പോൾ നമ്മുടെ മഞ്ജുവിനെ കൈ ഓങ്ങുന്നുണ്ട് ഫ്രാൻസിസ്. അപ്പം തന്നെ നമ്മുടെ അയ്യപ്പൻ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൾ നന്മ ചെയ്തതൊക്കെ നമ്മുടെ അയ്യപ്പൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ തല്ലാൻ പോണ ആ സമയത്ത് തന്നെ അയാളുടെ കൈ അയ്യപ്പൻ എന്തോ കാട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈ ഉളുക്കണ പോലെയൊക്കെ ആയിട്ട് തല്ലാൻ പറ്റാണ്ട് ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനായിട്ട് നമ്മുടെ സ്വപ്നയോട് ഭാനുമ്മ ചോദിക്കണം, നീ ഇന്ന് എങ്ങോട്ടാ പോയത് കൊണ്ട് ചോദിക്കണേ. ഞാൻ എങ്ങോട്ട് പോവാൻ, ഞാൻ ഇന്ന് പോയത് ഗോപാലച്ചിൻ്റെ വീട്ടിലേക്കാണ്. നീ എന്തിനാ അങ്ങോട്ട് പോയത്? എന്താണ് ശാലിനിയെ കാണാൻ? നീ എന്തിനാണ് ശാലിനിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോണത്? അതിനെന്താ അമ്മേ, ശാലിനിയെ കാണാൻ വേണ്ടി പോയത്? നീ ഇനി അങ്ങോട്ട് പോകണ്ട, അവിടെ ആ വൃത്തിയായിട്ട് ചെക്കനുണ്ട്. സഞ്ജയ്, അമ്മ എന്തിനാണ് സഞ്ജയനെ ഇങ്ങനെയൊക്കെ പറയണത്? ഇത്രയ്ക്ക് മാത്രമൊക്കെ പറയാനുണ്ടോ? അവനെ കുറിച്ച് എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. അവൻ നമ്മുടെ ഗിരിനെ ഒക്കെ കൊല്ലാനൊക്കെ വന്നവനല്ലേ. എന്നിട്ട് പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? അമ്മേ, അവൻ എന്തിനാണ് ഗിരിനെ കൊല്ലാൻ വേണ്ടി വന്നതെന്ന് അമ്മയ്ക്ക് അറിയോ? മഞ്ജു കാരണമാണ്. മഞ്ജു ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ഗിരിയേട്ടനോട് പറഞ്ഞിട്ട് ഗിരിയേട്ടനെ മൂപ്പ് കഴിച്ചിട്ട് അങ്ങനെയാണ് നമ്മുടെ സഞ്ജയ് ഗിരിനെ തല്ലാൻ വേണ്ടി പോയി എന്നൊക്കെ പറയണം. എന്തൊക്കെ നീ എൻ്റെ അടുത്ത് പറഞ്ഞാലും നമ്മുടെ ഗിരിനെ അവൻ തല്ലാൻ വേണ്ടി പോയത് അതെന്തായാലും ഒട്ടും ശരിയല്ല പറഞ്ഞിട്ട് നമ്മുടെ ഭാനുമ്മ സ്വപ്നത്തിൽ പറയണം. പക്ഷേ സ്വപ്നം അങ്ങോട്ട് വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. സഞ്ജയ് പറഞ്ഞ ആൾക്ക് വലിയ ജീവനാണല്ലോ. വെറുതെ സ്നേഹിക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അമ്മൻ്റെ മനസ്സിൽ കൂട്ടണമല്ലോ സഞ്ജയിന്. അതിന് വേണ്ടി ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സ്വപ്ന എല്ലാ കുറ്റങ്ങളും നമ്മുടെ മഞ്ജുവിൻ്റെ തലയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്കും ദേഷ്യമുണ്ട് മഞ്ജുവിൻ്റെ അടുത്ത്. അപ്പോൾ അമ്മ പറയും, അവളെ എങ്ങനെയെങ്കിലൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം പറഞ്ഞിട്ട് പറയും. നമുക്ക് എന്നാൽ എന്നേക്കുമായിട്ട് അവളെ ഒഴിവാക്കിയാലോ? നീ എന്താ പറഞ്ഞു വരുന്നത്? നമുക്ക് അവളെ കൊല്ലാലോ പറഞ്ഞിട്ട് പറയണം. കൊല്ലാനോ? ഒരാളെ കൊന്നിട്ടൊന്നും നമുക്ക് സന്തോഷം ഒന്നും കിട്ടണ്ട പറഞ്ഞിട്ട് പറയണേ. അതിന് നമ്മളല്ലേ കൊല്ലണേ? സഞ്ജയ്ക്ക് അവളോട് നല്ല ദേഷ്യമുണ്ട്. ഒരാളിനെയൊക്കെ തല്ലി പറഞ്ഞ അവൻ ധൈര്യമില്ലാത്തവനാണ്. അതുകൊണ്ടാണ് ഗുണ്ടകളെ കൊണ്ടുവന്നിട്ട് ഗിരിയേട്ടൻ തല്ലിയത്. അപ്പം അവനൊരാളില്ലേ, അപ്പം അവനിക്കും ഉണ്ടാവില്ലേ അതൊക്കെ നാണവും മാനവും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തു പറഞ്ഞിട്ട് പറയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും, അവൻ പിന്നെ പൈസയുള്ള ആൾക്കാരല്ലേ അമ്മേ, അപ്പം അവരെന്തെങ്കിലും ചെയ്തോളും പറഞ്ഞിട്ട് പറയണേ. അത് കേൾക്കുമ്പോൾ ഭാനുമ്മയ്ക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അമ്മേ ദൈവമേ എന്നൊക്കെ വിളിച്ച് ഇതാവുകയാണ്. അതെന്തിനാണെന്നൊന്നും അറിയില്ല. നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, അങ്ങനെ ഒരാളെ കൊന്നിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് വേണ്ട എന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെയായിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.